ചാട്ട് ഐറ്റംസ് ഇഷ്ടമുള്ളവരുണ്ടോ? ഇഷ്ടമാണ്. എന്നാൽ പൂരിയും ചട്നിയൊക്കെ ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്വീറ്റ് പൊട്ടറ്റോ വെച്ച് ഒരു ചാട്ട് റെസിപ്പി പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. എന്നാൽ ചാട്ടുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. ഈ പൊട്ടറ്റോ കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് ഒരു 3 വിസിലിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സമയം കൊണ്ട് സവാള, പച്ചമുളക്, മല്ലിയില അതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സെൻറ്റർ പോർഷനിൽ കുറച്ച് വേവ് കുറവുണ്ട്. അപ്പം ഞാൻ ആ ഭാഗം മാത്രം ഓവനിൽ ഒരു 5 മിനിറ്റ് വെച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ സ്വീറ്റ് പൊട്ടറ്റോ ആണെങ്കിൽ 3 വിസിലിൽ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. ഇല്ലെങ്കിൽ 1-2 കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്താൽ മതി. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ യൂസ് ചെയ്തിട്ട് ഈ സ്വീറ്റ് പൊട്ടറ്റോസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ നെയ്യാട്ടോ യൂസ് ചെയ്തത്. ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ജീരകത്തിന്റെ പൊടി, ചാറ്റ് മസാല ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് 3 കൂടെ ചേർക്കുമ്പോഴാണ് ആ ഒരു സ്പൈസി താങ്കി ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുന്നത്. ജീരകം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ അത് 3 ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മസാല പൗഡർ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എല്ലാത്തിലേക്കും ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യാൻ പാകത്തിന് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ചാട്ട് മസാലയുടെയൊക്കെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോസ് ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിംഗ് ആണ്. ഒന്ന് തൈരൊക്കെ ചേർത്തിട്ട് ദഹി ചാട്ടും, മറ്റേത് നോർമൽ ചാട്ടും. രണ്ടായാലും ആദ്യത്തെ മിക്സിങ് സെയിം തന്നെയാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് ഒരു പകുതി ലെമൺ നമുക്കൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. പുളി ഇഷ്ടമുള്ളവർ കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ നാരങ്ങ നീര് എല്ലാത്തിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അതിന്റെ മുകളിലേക്ക് ഒരല്പം നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സവാളയും പച്ചമുളകും മല്ലിയിലയും എല്ലാം സ്വീറ്റ് പൊട്ടറ്റോസിൽ നന്നായിട്ട് മിക്സ് ആവണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നോർമൽ ചാട്ട് വേർഷൻ. എനിക്ക് ചാട്ട് ഐറ്റംസ് എല്ലാം ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ദഹി ചാട്ടും കൂടെ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്. അതിലേക്ക് ഒരല്പം പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ റെഡി ആക്കിയിരിക്കുന്ന ആ ദഹി മിക്സ്ചറിലേക്ക് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ മിക്സ് വെച്ച് കൊടുക്കാം. പിന്നെ അതിന്റെ മുകളിലും ഒരല്പം തൈര് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാട്ട് മസാല ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാൻ അല്പം മല്ലിയിലയും കൂടെയാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ദഹി ചാട്ടും റെഡി ആയിട്ടുണ്ട്, നോർമൽ ചാട്ടും റെഡി ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ദഹി ചാട്ടാട്ടോ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഇനി സ്വീറ്റ് പൊട്ടറ്റോ മേടിക്കുമ്പോൾ ചാട്ട് ഐറ്റംസ് ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ഇതുപോലത്തെ റെസിപ്പീസിന് കൂടെ കൂടിക്കോ.